ഇപ്പോൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഒന്നാണ് ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ അത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. നമ്മുടെ പൗരത്വ രജിസ്റ്ററിന് സമാനമായ രീതിയിൽ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യതയിലേക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ പരിഷ്കരണത്തിന് എതിരായ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നതാണ് പട്ടിക പരിഷ്കരണമെന്നും 2 കോടിയിലധികം വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്നും ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നതെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പേരിൽ നടക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ മറ്റൊരു മുഖമാണ് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരിഷ്കരണം നടപ്പിൽ വരുത്തുമ്പോൾ ആ നാട്ടിലെ 2 കോടിയിലധികം വരുന്ന മനുഷ്യർ വോട്ടവകാശത്തിൽ നിന്ന് പുറത്തേക്ക് പോകും, അവർക്ക് പൗരത്വം തെളിയിക്കേണ്ടി വരും ഈ നാട്ടിൽ നിൽക്കാൻ എന്ന ഗതികേടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ ആക്ഷേപമാണോ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയർന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ നിരവധി ആയിട്ടുള്ള ആളുകൾ 2 കോടിയിലധികം വരുന്ന വോട്ടർമാർക്ക് വോട്ട് നിഷേധിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന വോട്ടവകാശം എന്നുള്ള ഏറ്റവും സുപ്രധാന അവകാശം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കായിരിക്കും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നാൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം അട്ടിമറിച്ചുകൊണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുക എന്നുള്ള BJPയുടെ എക്കാലത്തെയും അജണ്ട, ഈ മോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ ഈ രാജ്യത്ത് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇനി 3 മാസം മാത്രമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ബീഹാറിൽ ഇത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള ആളുകൾ ബീഹാറിൻ്റെ മൊത്തത്തിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയുന്നു. ഈ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഈ സാധാരണ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ ജനങ്ങൾക്കുള്ള രേഖകളൊന്നും തന്നെ ആ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപമായി ഉയർന്നു വരുന്നത്. അതായത് റേഷൻ കാർഡോ ആധാർ കാർഡോ അല്ലെങ്കിൽ ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിലുള്ളത് ഈ തൊഴിലുറപ്പ് കാർഡ് എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡുകൾ അല്ലെങ്കിൽ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പട്ടികയിലെല്ലാം ഈ രേഖകളൊന്നും തന്നെ ഇല്ല. മറിച്ച് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള, ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളടക്കം ആവശ്യപ്പെട്ടുള്ളത്. ഇതാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇത്തരത്തിൽ ജനങ്ങളുടെ കൈവശം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതൊന്നും തന്നെ ആ രേഖകളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ തൊഴിലാളികളുടെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുക എന്നുള്ള BJPയുടെ കാലങ്ങളായുള്ള അജണ്ടയാണ്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് BJP സർക്കാർ പോകുന്നത്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അത് കാര്യമായി തന്നെ ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ആ ഹർജിയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതും ഈ വോട്ടർ പട്ടികയും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം ദുർബലപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയയും ജോയ് മല്യ ബാഗ്ജിയുമാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും സുപ്രധാനമായ കേസ് തന്നെയാണ്. ഇത് സംബന്ധിച്ച് വലിയ ആക്ഷേപവും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഇന്നലെ ബീഹാറിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യമുണ്ടായി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ വേദിയിൽ ഇതിനെതിരായ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുന്നത് നാം കണ്ടതാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കപ്പെടുന്നത്. മനു.